ഗൈസ് പലരും ചോദിക്കുന്ന ചോദ്യം പോണ്ടിച്ചേരിയിൽ എന്താ കാണാനുള്ളത്. പോണ്ടിച്ചേരിയിൽ എന്താ കാണാനുള്ള വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായി കാണാം. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നേരെ യാത്ര തിരിച്ച് നേരെ നമ്മൾ പോണ്ടിച്ചേരിക്കാണ്. പോണ്ടിച്ചേരിക്ക് പോകുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സിനിമ എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ ഭാഷയാണ്. ഭാഷ മലയാളത്തിലായതുകൊണ്ട് തന്നെ കാണാനും കേൾക്കാനും വലിയ ബുദ്ധിമുട്ട്, തമിഴ് അറിയാത്തവർക്കും ബുദ്ധിമുട്ട് എല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ഓട്ടോക്കാരെന്നുള്ള സിനിമയുടെ ആ പാട്ടൊക്കെ കേട്ട് ഒരു എൻജോയ്മെൻറ്റ് ചെയ്ത് യാത്ര അങ്ങനെ തുടരെ പതുക്കെ തുടർന്നുകൊണ്ടിരുന്നു. എങ്കിലും എന്താ ഈ വൈനെ പോലെയാണ്. എത്ര കാലം കഴിഞ്ഞാലും ആ സിനിമയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് പ്രത്യേക ഒരു സ്റ്റൈല് തന്നെയാണ്. സ്റ്റൈൽമെൻറ്റിൻ്റെ പടം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ആ സിനിമയൊക്കെ കണ്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളെടുത്ത് റൂമിനകത്ത് കയറി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ യാത്ര തിരിച്ചിട്ട് കാലത്തെ ഫുഡും ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയാണ് ഫുഡൊക്കെ കഴിച്ചത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വയറിനോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാത്ര തിരിച്ച് അവിടെ നിന്ന് ബബ്ബായൊക്കെ അടിച്ച് നമ്മൾ നേരെ യാത്ര തിരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങനെ വെക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 8-8 ആ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നേരെ യാത്ര തിരിച്ച സ്ഥലം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഗോൾഡൻ ബോൾ എന്ന് പറയുന്നത് ഗോൾഡൻ ബോൾ അതിന് എൻട്രി പ്രവേശനത്തിലേക്ക് തന്നെ കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു പാസ്സൊക്കെ ഉണ്ട്. ആ പാസ് എടുത്താണ് നമ്മൾ പോകാനായിട്ട് ഒരുപാട് നടന്നു പോകാനുണ്ട്. കേരള തനിമയുള്ള ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നടന്നു പോകാനുണ്ടായിരുന്നു. പെരും വെയിലായിരുന്നു. കേരളത്തിലാണ് ഒടുക്കത്തെ മഴ, ഇവിടെയാണ് ഒടുക്കത്തെ വെയിൽ. അങ്ങനെ ഒടുക്കത്തെ വെയിലും കൊണ്ട് നമ്മളിങ്ങനെ യാത്ര നടന്നു. ഒരേ നടത്തം എന്ന് പറഞ്ഞാൽ ഒരേ നടത്തം. അപ്പം നിങ്ങളിങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈവനിങ് ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഗോൾഡൻ ബോൾ സന്ദർശിക്കാൻ പോവുക. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുണ്ടാകും. പിന്നെ വണ്ടി സർവീസ് ഉണ്ട് അങ്ങോട്ടും വരും. പക്ഷേ ഞങ്ങൾ വണ്ടി കയറാത്തത് കൊണ്ട് തന്നെ പട്ടി നടക്കുന്ന പോലെ കിതച്ച് വെയിൽ, അപാര വെയിൽ, പാലക്കാടിനേക്കാളും ഗംഭീരമായിട്ടുള്ള വെയിൽ. ആ വെയിലും കൊണ്ട് നടന്നാണ് നമ്മൾ ഗോൾഡൻ ബോളിൻ്റെ അവിടേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ കൊണ്ട് നിങ്ങൾ വണ്ടി സർവീസ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വണ്ടി തന്നെ എടുക്കാൻ നോക്കുക. കാരണം ഇങ്ങനെ നടക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഈവനിങ് ആയാൽ കുഴപ്പമില്ല, മോർണിംഗും ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എത്ര മണി നടക്കാമായിരിക്കും. പക്ഷേ ഒരു 12 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷമുള്ളൊരു നടത്തം അത് വല്ലാത്തൊരു ഇതാണ് ഗോൾഡൻ ബോൾ. 1968 ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അല്ലാതെ ഫ്രീ സർവീസ് ബസ്സിനകത്ത് കയറിയിട്ടാണ് അവസാനം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയത്. പിന്നെ നടക്കുന്ന വഴികളിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം. പിന്നെ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അവരിട്ടിരിക്കുന്ന ആരോ മാർക്ക് വഴി മാത്രം നമുക്ക് എൻട്രി പ്രവേശിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ നമുക്ക് റോഡ് വഴി പോയാലും നടന്ന് അവിടെ എത്താം. പക്ഷേ അതിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മൾ ആ റൂട്ടിലൂടെയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിലൂടെ നമുക്ക് പോകാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രീ സർവീസ് ആയിട്ടുള്ള